നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള തീരത്ത് പടിഞ്ഞാറൻ കാറ്റ് ശക്തി പ്രാപിക്കുകയാണ്. ഇതിന്റെ സ്വാധീനത്തിൽ വരും 5 ദിവസങ്ങൾ ശക്തമായ മഴ പെയ്യുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പുണ്ട്. ബംഗാൾ ഉൾക്കടലിലെ ചക്രവാത ചുഴിക്കും പിന്നാലെ പടിഞ്ഞാറൻ കാറ്റ് ശക്തി പ്രാപിക്കുന്നതാണ് കേരളത്തിലെ മഴ വർദ്ധിപ്പിക്കാനുള്ള കാരണം. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, വയനാട് ജില്ലയിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ട്. ഇതിനാൽ തന്നെ മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരുകയാണ്. ശക്തമായ കാറ്റിൽ മരങ്ങളും ശിഖരങ്ങളും ഒടിഞ്ഞു വീഴാൻ സാധ്യതയുള്ളതിനാൽ മരങ്ങൾക്കിടയിൽ വാഹനങ്ങൾ നിർത്തരുത് എന്ന് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഓട് മേഞ്ഞതോ ഷീറ്റിട്ടതോ സുരക്ഷിതമല്ലാത്തതോ ആയ വീടുകളിൽ താമസിക്കുന്നവർ നിർദ്ദേശിക്കുന്നതനുസരിച്ച് അവരുടെ നിർദ്ദേശം അനുസൃതം മാത്രം സുരക്ഷിതമായ കെട്ടിടങ്ങളിലേക്ക് മാറണം. മോശം കാലാവസ്ഥയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ഇന്ന് മുതൽ 17 വരെ കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്നും IMD അറിയിച്ചു. അതേസമയം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരുന്ന വയനാട്ടിൽ മഴ തുടരുകയാണ്. നിലവിൽ ചൊവ്വാഴ്ച വരെ വയനാട്ടിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപകട മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആവശ്യമായ ഘട്ടത്തിൽ മാറി താമസിക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതേസമയം മഴക്കെടുതിയിൽ കാര്യമായ നാശനഷ്ടങ്ങൾ ജില്ലയിൽ എവിടെയും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പിണങ്ങോട് റോഡ് പുഴയിലേക്ക് ഇടിഞ്ഞു വീണ മേഖലയിൽ ജാഗ്രത നിലനിൽക്കുകയാണ്. എന്തായാലും ശക്തമായ മഴയിൽ പല ഭാഗങ്ങളിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. എന്തായാലും ഈ ഘട്ടത്തിൽ മുന്നറിയിപ്പുകൾ അവഗണിക്കാതിരിക്കുക, അനുസരിക്കുക. പരമാവധി ഇന്ന് ഞായറാഴ്ച ദിവസം കൂടിയാണ്. കഴിഞ്ഞ ദിവസം തന്നെ പലതരത്തിലും ഉള്ള നമുക്ക് മോശം വാർത്തകൾ, മഴയുമായി ബന്ധപ്പെട്ട മഴക്കെടുതികൾ ഉണ്ടായിരുന്നു. അത്തരം മഴക്കെടുതികൾ ആവർത്തിക്കാതിരിക്കുക. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കുള്ള സാധ്യതയാണ് മുന്നറിയിപ്പിൽ വരുന്നത്.